മദ്യനയത്തിൽ KCBC മുഖ്യമന്ത്രിക്ക് വഴങ്ങുന്നു. KCBC പ്രഖ്യാപിച്ച ജനുവരിയിലെ സമരം പിൻവലിച്ചേക്കും. മുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചാൽ സമരം പുനഃപരിശോധിക്കുമെന്നാണ് KCBC മദ്യവിരുദ്ധ സമിതിയുടെ നിലപാട്. ഇതോടെ VM സുധീരൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാനും താമരശ്ശേരി ബിഷപ്പുമായ മാർ റെമിജിയോസ് ഇഞ്ചനാനിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ താൻ സംതൃപ്തനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഘട്ടം ഘട്ടമായിട്ട് 10% വീതം ഓരോ വർഷവും കുറയ്ക്കും. 10 കൊല്ലം കൊണ്ട് പൂർണ്ണമായും നിർത്തലാക്കും. അത് ഫലപ്രദമായി നടപ്പിലാകുമ്പോൾ അതിനു വേണ്ടി വരുന്ന ചില പ്രായോഗിക പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് പരിഹരിക്കുന്നതിനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. ഇത് ഏറ്റവും നല്ല നിലയിൽ നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം എന്ന് 10 വർഷം കൊണ്ട് അത് നടപ്പിലാക്കും, പൂർത്തിയാക്കും എന്ന നയത്തിൽ യാതൊരു മാറ്റവുമില്ല. ഗവൺമെൻറ് ആ പരിപാടിയായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. VM സുധീരനെതിരായ നീക്കത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ബിഷപ്പിനെ കണ്ടതും പിന്തുണ അഭ്യർത്ഥിച്ചതും. മദ്യനയത്തിന്റെ പ്രായോഗികത മുഖ്യമന്ത്രി ബിഷപ്പിനെ ധരിപ്പിച്ചു. ഇക്കാര്യത്തിൽ KCBC മദ്യവിരുദ്ധ സമിതിയുടെ നിലപാടിൽ അയവ് വരുത്താൻ മുഖ്യമന്ത്രിയുടെ സന്ദർശനം സഹായിച്ചുവെന്നാണ് വിലയിരുത്തുന്നത്. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്ന KCBC പക്ഷേ നിലപാട് മയപ്പെടുത്തുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ലഭ്യമാകുന്നതും. മുഖ്യമന്ത്രിയും ബിഷപ്പും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും ലഭ്യമാകുന്ന മുറയ്ക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുമാണ് KCBC മദ്യവിരുദ്ധ സമിതി സെക്രട്ടറി ഫാദർ TJ ആന്റണി വ്യക്തമാക്കുന്നത്. ബിഷപ്പ് അത് ബോധ്യപ്പെട്ടുവെങ്കിൽ ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്ന മാറ്റം വരുത്തു എന്നുള്ള നിർദ്ദേശവും നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഫലത്തിൽ സുധീരനെതിരെ മുഖ്യമന്ത്രി നടത്തുന്ന നീക്കങ്ങൾ വിജയം കാണുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്, കൊച്ചി. ജനശ്രീ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാന ക്യാമ്പിൽ നിന്നും VM സുധീരൻ വിട്ടുനിന്നു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നായിരുന്നു സുധീരന്റെ വിശദീകരണം. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്ത് സംഘടിപ്പിച്ച സംസ്ഥാന ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ വിട്ടുനിന്നത്. വ്യക്തിപരമായ കാരണങ്ങളാൽ ചടങ്ങിൽ പങ്കെടുക്കാനാവില്ലെന്ന് സുധീരൻ MM ഹസൻ ചെയർമാനായ ജനശ്രീ സംഘാടകരെ അറിയിക്കുകയായിരുന്നു. സുധീരൻ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉള്ളപ്പോഴാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്. മദ്യനയത്തിന്റെ പേരിൽ പാർട്ടിയിലും UDF-ലും ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് സുപ്രധാനമായ ചടങ്ങിൽ സുധീരൻ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായത്. സർക്കാരിനെതിരെ അതൃപ്തിയും വിയോജിപ്പും പ്രകടിപ്പിച്ച സുധീരനെതിരെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ രംഗത്തു വന്നതിലുള്ള പ്രതിഷേധം കൂടിയായിരുന്നു ഈ വിട്ടുനിൽക്കൽ. സുധീരനെ കടന്നാക്രമിച്ച MM ഹസനെതിരെയുള്ള പ്രതിഷേധവും സുധീരൻ ഇതിലൂടെ പ്രകടിപ്പിക്കുകയാണ്. മദ്യവിരുദ്ധ ബോധവൽക്കരണവുമായി ജനശ്രീ മുമ്പോട്ടു പോകുമെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് MM ഹസൻ വ്യക്തമാക്കി. മിഥ്യാധാരണയൊന്നുമില്ലാത്തത് കൊണ്ട് ജനശ്രീ ആ രംഗത്ത് മദ്യവർജനത്തിന് വേണ്ടിയുള്ള സജീവമായ ഒരു ബോധവൽക്കരണ പ്രസ്ഥാനമായി മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2 ദിവസം തുടരുന്ന ക്യാമ്പിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും ജനശ്രീ ഭാരവാഹികളും സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KCBC മദ്യവിരുദ്ധ സമിതി രാഷ്ട്രീയക്കാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് മന്ത്രി ഷിബു ബേബി ജോണിന്റെ പരാമർശം. മദ്യവിരുദ്ധ സമിതിയും KCBCയും രണ്ടാണെന്നും ഷിബു ബേബി ജോൺ അഭിപ്രായപ്പെട്ടു. KCBCയുടെ അല്ലെങ്കിൽ വിരുദ്ധ സമിതിക്ക് അവർക്ക് സമരം ചെയ്യാനൊക്കെ അവകാശമുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർക്ക് സമരം ചെയ്യാം. പക്ഷേ ആ സമരത്തിന്റെ രീതി അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോയി പ്രത്യക്ഷത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുന്ന നിലയിലേക്കും കേരളത്തിന്റെ മന്ത്രിമാരെ അടക്കം അല്ലെങ്കിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന നിലയിലേക്കും ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്കും പോകുമ്പോൾ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചതാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനെ തുടർന്നാണ് മതപരിവർത്തനം ശക്തമായതെന്ന് VS അച്യുതാനന്ദൻ. പാർട്ടിയിൽ വിഭാഗീയതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും VS ആലപ്പുഴയിൽ പറഞ്ഞു. ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി വിഭാഗങ്ങളെല്ലാം തന്നെ, ആദിവാസി വിഭാഗങ്ങളെല്ലാം തന്നെ അവരവരുടേതായിട്ടുള്ള ഒറിജിനാലിറ്റിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ആരും ആരെയും കൺവേർട്ട് ചെയ്തങ്ങനെ ആക്കി എന്നുള്ള നിലയിൽ ഉള്ള വിശ്വാസം ജനിപ്പിക്കുന്നത് ശരിയാണ്. അവരുടെ എല്ലാം തന്നെ അസ്തിത്വത്തിൽ, വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമായ സമുദായങ്ങളാണ് ഓരോ. അവർക്ക് അതിൻ്റേതായിട്ടുള്ള അന്തസ്സും അത് അംഗീകരിക്കുന്ന ഒരു മതേതര പാർട്ടിയാണ് CPIM. അതിപ്പോൾ ശക്തിയായിട്ട് വന്നിട്ടുള്ള ഈ RSSന്റെ പ്രധാനമന്ത്രി
നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇത്ര പ്രകടമായ നിലയിൽ ഈ തരത്തിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ വിട്ടുതരണമെന്ന ആവശ്യം പാകിസ്ഥാനോട് ഇന്ത്യ വീണ്ടും ശക്തമായി ആവശ്യപ്പെട്ടു. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ കറാച്ചിയിലുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ആവശ്യം ശക്തമാക്കിയത്. സ്ഫോടന കേസിൽ ഇന്ത്യ തിരയുന്ന അധോലോക രാജാവ് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ താമസിക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണം newsmobile.in വെബ്സൈറ്റാണ് പുറത്തുവിട്ടത്. ദുബായിലെ വസ്തു ഇടപാടുകാരനുമായി സംസാരിക്കുന്ന ദാവൂദ് ഇബ്രാഹിം താൻ ഇപ്പോഴും കറാച്ചിയിലാണ് താമസിക്കുന്നതെന്ന് ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ ശതകോടികളുടെ ആസ്തിയുണ്ടെന്നും ദാവൂദ് വ്യക്തമാക്കുന്നു. പുറത്തുവന്ന പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ദാവൂദിനെ ഇന്ത്യക്ക് കൈമാറുകയാണ് വേണ്ടതെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിലല്ല ദാവൂദിന്റെ താമസമെന്ന പാക് അവകാശവാദം പൊളിഞ്ഞതായും രാജ്നാഥ് പറഞ്ഞു. ദാവൂദ് പാകിസ്ഥാനിലുണ്ടെന്ന ഇന്ത്യയുടെ കണ്ടെത്തലിനെ ഉറപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തുവന്നതെന്ന് ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാകിസ്ഥാനോട് ദാവൂദിനു വേണ്ടിയുള്ള ആവശ്യം ശക്തമാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. പുതിയ തെളിവുകളോട് പാകിസ്ഥാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കമാൻഡോ ആക്രമണത്തിലൂടെ പാകിസ്ഥാനിൽ വെച്ച് ദാവൂദിനെ കൊലപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജമ്മുകശ്മീർ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സഖ്യരൂപീകരണത്തിനായി BJPയുമായി PDP നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടില്ല. PDP നേതാവ് മുഫ്തി മുഹമ്മദ് BJPയുടെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്താൻ ദില്ലിയിലെത്തുന്നത് വൈകും. നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണ വേണ്ടെന്ന് വയ്ക്കാനാണ് PDPയുടെ തീരുമാനം. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത കാശ്മീരിൽ സർക്കാർ രൂപീകരണം വൈകുമെന്നുറപ്പായി. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ PDP BJPയുമായി നടത്തിയ ചർച്ചയിലും അനിശ്ചിതത്വം തുടരുന്നു. മുഫ്തി മുഹമ്മദിനെ മുഖ്യമന്ത്രിയാക്കുക, കാശ്മീരിൽ സൈന്യത്തിന് നൽകിയ പ്രത്യേക അധികാര നിയമം മാറ്റുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന നിലപാടിലാണ് BJP. PDP അനുനയിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും PDP മനസ്സ് തുറന്നിട്ടില്ല. നേതാവ് മുഫ്തി മുഹമ്മദ് ദില്ലിയിലെത്തി BJP നേതാക്കളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചത് മാറ്റിവെച്ചു. കാശ്മീരിൽ തീരുമാനമായ ശേഷം മതി ദില്ലി ചർച്ചയെന്ന ഒരുപക്ഷം PDP നേതാക്കളുടെ തീരുമാനത്തെ തുടർന്നാണ് മുഫ്തി മുഹമ്മദ് ദില്ലി യാത്ര മാറ്റിയത്. സഖ്യത്തിനുള്ള പൊതു മിനിമം പരിപാടികളിൽ കാശ്മീരിൽ തീരുമാനമുണ്ടാകണം. തുടർന്ന് അവസാനഘട്ടമായി മാത്രമേ മുഫ്തി മുഹമ്മദ് ഇനി ദില്ലിയിലെത്തൂ. അതേസമയം BJPയെ സമ്മർദ്ദത്തിലാക്കി PDPക്ക് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സർക്കാർ രൂപീകരണത്തിലുള്ള പിന്തുണ കഴിഞ്ഞ ദിവസം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഇത് PDP തള്ളിയിട്ടുണ്ട്. BJPയുമായുള്ള ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തിയില്ലെങ്കിൽ PDP നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണ സ്വീകരിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. സഖ്യ ചർച്ചകൾ വൈകുന്നതിൽ RSSനും അസംതൃപ്തിയുണ്ടെന്നാണ് സൂചന. വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും സർക്കാർ എത്രയും വേഗം രൂപീകരിക്കാൻ BJP തയ്യാറാകണമെന്ന് RSS നിർദ്ദേശം നൽകിയതായും ചില നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ എക്സ്ക്ലൂസീവ് ആഗോള നിക്ഷേപക സംഗമത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് കോടികളുടെ തട്ടിപ്പ്. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ മറൈൻ ഡ്രൈവിൽ നിർമ്മിക്കുന്ന കേരള ട്രേഡ് സെന്റർ നിർമ്മാണത്തിന് വിദേശ വ്യാപാരികളിൽ നിന്നടക്കം കോടികൾ നിക്ഷേപം സ്വീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി 2003 ആഗോള നിക്ഷേപക സംഗമത്തിൽ ഉൾപ്പെടുത്തിയാണ് കൊച്ചിയിലെ കേരള ട്രേഡ് സെന്റർ നിർമ്മാണ പദ്ധതി മുന്നോട്ട് വച്ചത്. സർക്കാരിന്റെ പിന്തുണയും അനുമതിയും ഉണ്ടെന്ന് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച് വിദേശികളും സ്വദേശികളുമായ നിക്ഷേപകരിൽ നിന്ന് 40 കോടിയോളം രൂപയാണ് ഇതിനകം പിരിച്ചെടുത്തത്. ഇതിനിടെ തൃശൂർ ആസ്ഥാനമായ ബാങ്കിൽ നിന്ന് 6 കോടിയോളം രൂപ 2 ഘട്ടമായി വായ്പ എടുത്തിട്ടുമുണ്ട്. എന്നാൽ 11 വർഷം പിന്നിട്ടിട്ടും ട്രേഡ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനോ സ്ഥലം നിക്ഷേപകർക്ക് കൈമാറ്റം ചെയ്യാനോ രജിസ്റ്റർ ചെയ്ത് നൽകാനോ ചേംബർ നേതൃത്വം തയ്യാറായിട്ടില്ല. അതിനിടെ കൊച്ചിയിലെ സ്ഥലം ബാങ്ക് ജപ്തി ചെയ്യുന്ന കാര്യമറിഞ്ഞപ്പോഴാണ് തട്ടിപ്പിനിരയായതെന്ന് ബോധ്യപ്പെട്ടതെന്ന് നിക്ഷേപകനായ ചെറുപുഷ്പം ഫിലിംസ് ഉടമ KJ ജോസഫ് പീപ്പിൾ TVയോട് വെളിപ്പെടുത്തി. ഈ ചേംബറിന് ഫണ്ടുണ്ടെന്ന് പറഞ്ഞ ഒരു പണി തുടങ്ങി. ബാങ്കിൽ നിന്ന് ഓരോ ട്രാൻസാക്ഷൻ ഞാനും അവരും കൂടെ കൂടിയുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുള്ളതായിരുന്നു അതിൻ്റെ വ്യവസ്ഥ. അതൊന്നും അവർ പാലിക്കാതെ അവർ സ്വന്തമായിട്ട് തന്നെ പണം ഈ പ്രോജക്റ്റിന് വേണ്ടി ഒരു മാനേജരെ വെച്ചു, ശ്രീനിവാസൻ എന്ന് പറഞ്ഞത്. അയാളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അയാളായിട്ട് തോന്നിയവാസമായിട്ട് ഒരുപിടി മാൽ പ്രാക്ടീസുകൾ നടത്തിയിട്ടുണ്ട്. 2008 ഓഡിറ്റിംഗ് നടത്താതെ കോടികൾ വകമാറ്റിയതിനാൽ ചെറുപുഷ്പം ഫിലിംസ് KCCIക്ക് നൽകിയ പവർ ഓഫ് അറ്റോർണി റദ്ദു ചെയ്തു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ച ട്രേഡ് സെന്ററിന് കെട്ടിട നമ്പർ നൽകാൻ കൊച്ചി കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. കെട്ടിടത്തിന്റെ ഉയരം സംബന്ധിച്ച കാര്യത്തിൽ നഗ്നമായ ഏവിയേഷൻ നിയമലംഘനം നടന്നതിനാൽ നാവികസേനയും പദ്ധതിയെ എതിർക്കുകയാണ്. ഇതോടെ കോടികൾ നിക്ഷേപമിറക്കിയ വ്യാപാരികൾക്കും വ്യവസായികൾക്കും
പണം നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലക്കാട് ആക്രമണം നടത്തിയത് മാവോയിസ്റ്റ് അർബൻ ആക്ഷൻ ടീമാണെന്ന് അവകാശപ്പെട്ട കത്ത്. CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട സോണൽ കമ്മിറ്റിയുടെ പേരിലുള്ള കത്ത് മാധ്യമ സ്ഥാപനങ്ങളിൽ തപാൽ വഴിയാണ് ലഭിച്ചത്. പാലക്കാട്ട് റെസ്റ്റോറന്റ് തകർത്തത് മാവോയിസ്റ്റ് അർബൻ ആക്ഷൻ ടീമാണെന്നും വയനാട്ടിലും അട്ടപ്പാടിയിലും വനംവകുപ്പ് ഓഫീസുകൾ ആക്രമിച്ചത് ഗറില്ല സേനയാണെന്നും അവകാശപ്പെട്ടുകൊണ്ടുള്ള കത്താണ് മാധ്യമ സ്ഥാപനങ്ങളിൽ തപാൽ വഴി ലഭിച്ചത്. ആദിവാസികളെ നിരന്തരം പീഡിപ്പിക്കുന്ന വനംവകുപ്പിനെതിരെയും ബഹുരാഷ്ട്ര കുത്തകകൾക്കെതിരെയുമുള്ള മുന്നറിയിപ്പായിരുന്നു ആക്രമണം. വനംവകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കത്തിലുള്ളത്. വനഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആദിവാസികളെ പരമ്പരാഗതമായി കൈമാറി വന്നിരുന്ന ഭൂമിയിൽ നിന്ന് പുറന്തള്ളി സർക്കാരാണ് ഭൂമി തട്ടിയെടുത്തത്. ആദിവാസി സ്ത്രീകൾക്ക് നേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ലൈംഗികാതിക്രമങ്ങൾ നടത്തുന്നു. വനം മാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്ന വനംവകുപ്പ് ആദിവാസികളെ ചൂഷണം ചെയ്യുകയാണ്. തണ്ടർബോൾട്ടും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്ന ശേഷം വയനാട്ടിലെ വെള്ളമുണ്ടയിലേക്ക് 70 കോടി രൂപയുടെ പ്രൊജക്ട് പ്രഖ്യാപിച്ചതിനെ കത്തിൽ പരിഹസിക്കുന്നുണ്ട്. മാവോയിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്നവരെ ഉൾപ്പെടുത്തിയാണ് അർബൻ ആക്ഷൻ ടീം ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. മാവോയിസ്റ്റുകൾ എന്ന പേരിൽ പാലക്കാട്ട് 2 വിദ്യാർത്ഥികളെ കരിനിയമം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സൈനികപരവും കരിനിയമവും ഉപയോഗിച്ച് വിപ്ലവ മുന്നേറ്റത്തെ തടയാനാകില്ലെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ നടക്കുന്ന പോലീസ് ഭീകരത അവസാനിപ്പിക്കാൻ പ്രക്ഷോഭരംഗത്തിറങ്ങാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കത്ത് അവസാനിക്കുന്നു. പശ്ചിമഘട്ട സോണൽ കമ്മിറ്റി വക്താവ് ജോഗിയുടെ പേരിലാണ് കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗിന്നസ് റെക്കോർഡിനായി 20,000-ൽ പരം സാന്റാക്ലോസുകൾ അണിനിരന്ന് ക്രിസ്മസ് കരോൾ തൃശൂരിൽ. തൃശൂർ അതിരൂപതയുടെയും പൗരാവലിയുടെയും ആഭിമുഖ്യത്തിലാണ് ബോൺ നദാലെ എന്ന ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത്. 1000 പാപ്പമാരെ പങ്കെടുപ്പിച്ച അയർലൻഡിന്റെ റെക്കോർഡ് തൃശൂർ അതിരൂപത മറികടന്നിരിക്കുന്നു. പൂരപ്പറമ്പിനെ അക്ഷരാർത്ഥത്തിൽ ചുവപ്പണിയിച്ച സാന്താക്ലോസ് യാത്ര കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ഗിന്നസ് ബുക്ക് റെക്കോർഡ് അധികാരികൾ പാപ്പമാരുടെ എണ്ണം പരിശോധിച്ച ശേഷം റെക്കോർഡ് പ്രഖ്യാപിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കാനുള്ള തൃശൂർ അതിരൂപതയുടെ ശ്രമം വിജയം കണ്ടു. 18,500 പാപ്പമാരെ അണിനിരത്തിയ ക്രിസ്മസ് ഘോഷയാത്ര ഗിന്നസ് ബുക്കിൽ ഇടം നേടിക്കഴിഞ്ഞു. ഇതോടെ 13,000 പാപ്പമാരെ പങ്കെടുപ്പിച്ച അയർലൻഡിന്റെ റെക്കോർഡ് തൃശൂർ അതിരൂപത മറികടന്നിരിക്കുന്നു. പൂരപ്പറമ്പിനെ അക്ഷരാർത്ഥത്തിൽ ചുവപ്പണിയിച്ച സാന്താക്ലോസ് യാത്ര കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ഗിന്നസ് ബുക്ക് റെക്കോർഡ് അധികാരികൾ പാപ്പമാരുടെ എണ്ണം പരിശോധിച്ച ശേഷം റെക്കോർഡ് പ്രഖ്യാപിച്ചു. ശക്തൻ നഗർ പരിസരത്ത് വെച്ച് കരോൾ ആരംഭിച്ച് സ്വരാജ് റൗണ്ട് കറങ്ങി കരോൾ വീണ്ടും ശക്തൻ നഗറിലേക്ക്. സ്ത്രീകളും പിഞ്ചുകുട്ടികളുമടക്കം സാന്താക്ലോസ് വേഷമണിഞ്ഞ് ആടിയും പാടിയും കരോൾ ചരിത്ര സംഭവമാക്കി മാറ്റി. തൃശൂരിന്റെ സാംസ്കാരിക പ്രൗഢി ഉയർത്തിപ്പിടിച്ച വിവിധങ്ങളായ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കരോളിന്റെ പകിട്ട് വർദ്ധിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് കരോൾ എന്ന ബഹുമതി ഇനി മുതൽ തൃശൂർ അതിരൂപതയ്ക്ക് അവകാശപ്പെട്ടതാണ്. തൃശൂരിൽ നിന്നും RK ജയപ്രകാശ്. ഭക്തിയുടെ നിറവിൽ അയ്യപ്പന് തങ്കയങ്കി ചാർത്തി മണ്ഡല പൂജ നടന്നു. ഇതോടെ 41 ദിവസക്കാലത്തെ മണ്ഡല മഹോത്സവത്തിന് സമാപനമായി. ഇനി മകരവിളക്കുത്സവത്തിനായി ഈ മാസം 30-ന് ക്ഷേത്രനട വീണ്ടും തുറക്കും. വ്രതാനുഷ്ഠാനങ്ങളുടെ 41 ദിവസങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് സന്നിധാനത്ത് മണ്ഡലപൂജ നടന്നു. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ഉച്ചയ്ക്ക് 12:45-നും 1 മണിക്കും ഇടയിൽ കളഭാഭിഷേകത്തിന് ശേഷമാണ് മണ്ഡലപൂജ നടന്നത്. ചരിത്രവഴിയിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അയ്യപ്പ സന്നിധിയിൽ നടക്കി വെച്ചതാണ് 450 പവൻ തൂക്കമുള്ള തങ്കയങ്കി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും കഴിഞ്ഞ 23-ാം തീയതി ഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് പ്രയാണം ആരംഭിച്ചത്. 4 ദിവസങ്ങൾ പിന്നിട്ട് നാട്ടിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്നലെ വൈകുന്നേരം 6:30ഓടെയാണ് തങ്കയങ്കി സന്നിധാനത്ത് എത്തിച്ചേർന്നത്. മണ്ഡലകാലത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ചടങ്ങാണ് മണ്ഡലപൂജ. തന്ത്രി കണ്ഠര രാജീവരുടെയും മേൽശാന്തി EN കൃഷ്ണദാസ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. മണ്ഡലകാല സമാപന ദിവസമായ ഇന്ന് ഹരിവരാസനം പാടി ക്ഷേത്രനട അടയ്ക്കുന്നതോടെ 41 ദിവസക്കാലത്തെ മണ്ഡലകാല മഹോത്സവത്തിന് സമാപനമാകും. മകരവിളക്കുത്സവത്തിനായി ഈ മാസം 30-ാം തീയതി വൈകിട്ട് 5:30-ന് ക്ഷേത്രനട വീണ്ടും തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. ക്യാമറമാൻ വിനോദിനൊപ്പം DJ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.